ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മനുഷ്യരെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പലത് ശരിയല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഇന്ന് മനുഷ്യർ പൊതുവെ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ചില ധാരണകളുണ്ട്. അതായത് സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിക്കാൻ മനുഷ്യർ ആഗ്രഹിക്കുന്നില്ല, അവരതിന് തയ്യാറാകുന്നില്ല. ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ്, ഈ ശീലങ്ങളൊക്കെ മനുഷ്യർ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞു. ആർക്കും അതിനോട് താല്പര്യമില്ല. ഇന്നത്തെ ജീവിതം കാണുമ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും. ഇങ്ങനെയൊക്കെ മനുഷ്യർ ജീവിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് എന്നുള്ള ചിന്ത ശക്തമായി പലർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനലാണ് അതെന്നെ മനസ്സിലാക്കി തന്നത്. ഉറക്കത്തെപ്പറ്റി ഒരു വീഡിയോ ഇട്ടപ്പോൾ 18 ലക്ഷം പേരത് കണ്ടു. അപ്പോൾ അതിൽ സമയത്തിന് ഉറങ്ങുക, സമയത്തിന് ഉണരുക, ഉറക്കത്തിൻ്റെ പ്രാധാന്യം എല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആളുകളത് ഏറ്റെടുക്കുന്നത് കണ്ടപ്പോൾ അത്ഭുതം തോന്നി. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ ആകണം അല്ലേ, സിസ്റ്റമാറ്റിക് ആവണം, ഉറക്കമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നന്നായിട്ട് ഉറങ്ങണം, ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ പലപ്പോഴും നടക്കാറില്ല. അപ്പോൾ ഈ മാസമില്ലേ, ജൂൺ മാസം, സ്കൂളും കോളേജൊക്കെ തുറന്നു, നമ്മളൊരു അക്കാദമിക് ഇയറിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നെ ജൂൺ മാസത്തിൽ വായനാ ദിനം, യോഗാ ദിനം, അങ്ങനെ നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട പല ദിനങ്ങളും ആഘോഷിക്കുന്ന ഒരു മാസമാണ്. ഞാൻ എൻ്റെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, മൈൻഡ് ഫോർ ഫാമിലി. ഞങ്ങൾ ഈ മാസം ഒരു ചലഞ്ച് ഏറ്റെടുത്തു. അതെന്താണെന്നോ, റീഡിങ് ചലഞ്ച്. എല്ലാ ദിവസവും 10 പേജ് വായിക്കുക. അപ്പോൾ ഈ ചലഞ്ചിൽ ആർക്കും പങ്കെടുക്കാം. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് ആവേശത്തോടു കൂടി കുറേ ആളുകൾ ഏറ്റെടുത്തു. ഇതിനു വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വായിക്കുന്ന പുസ്തകങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന നല്ല ആശയങ്ങൾ, ഇതൊക്കെ എല്ലാവരും ഷെയർ ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പുസ്തകങ്ങളുടെ ലിസ്റ്റ് കിട്ടി കേട്ടോ അതിനകത്തുനിന്ന്. അപ്പം ഞാൻ തിരഞ്ഞെടുത്ത പുസ്തകം ദ സൈക്കോളജി ഓഫ് മണി, വാറൻ ഹസോൾ എന്നാണ് ഓഥറിൻ്റെ പേര്. കുറച്ച് കാലമായിട്ട് ഈ പുസ്തകം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ചില കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാനിത് റെഫർ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഈ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് 10 പേജ് സശ്രദ്ധം എല്ലാ ദിവസവും വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത്. ഈ പണം വലിയൊരു സംഭവമാണെന്ന് നമുക്കറിയാം. കാരണം ഈ പണം നമുക്ക് വളരെ യുണീക്കായിട്ടുള്ള ചില അനുഭവങ്ങൾ തരുന്ന ഒന്നാണ്. റിസ്ക്, സന്തോഷം, സുരക്ഷിതത്വം, പിന്നെ അംഗീകാരം, ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് നമുക്ക് നേടിത്തരുന്ന ഒന്നാണ് പണം. ഈ പണം നമ്മുടെ പെരുമാറ്റത്തെ പോലും ഒരുപാട് സ്വാധീനിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പണം സമ്പാദിക്കുന്നതിൻ്റെ വേറൊരു ഉദ്ദേശം എന്താണെന്നറിയാമോ? മറ്റുള്ളവരിൽ അസൂയ ഉണ്ടാക്കലാണ്. അസൂയ അംഗീകാരത്തിൻ്റെ വേറൊരു രൂപമാണല്ലേ. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ധനികരാണ് എന്ന് കാണിക്കുന്നത് പലർക്കും ഒരു ഹരമായി മാറി. അതിലൂടെയൊക്കെ നമുക്ക് അംഗീകാരം കിട്ടുമെന്ന് ഉള്ളൊരു ധാരണ നമ്മുടെ മനസ്സിലുമുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കണ്ടിട്ടില്ലേ, എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. പണ്ട് പണം കൊടുക്കാൻ ലുപ്തമുള്ളവർ പോലും ഇപ്പോൾ പല കാര്യങ്ങൾക്കും പണം കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നാൽ വേഗം കൊടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിൽ പ്രദർശിപ്പിക്കുക. ചിലപ്പോൾ നമ്മളൊരു കാര്യത്തിനൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കണം. ഓരോ മാസവും കൊടുക്കുന്നത് ഒരുമിച്ച് ആദ്യമേ തന്നെ കൊടുത്ത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിടുക. അതിൽ നിന്നൊക്കെ അവരനുഭവിക്കുന്ന ഒരു സായുജ്യം, പണം ഈ രീതിയിലെല്ലാം എക്സ്പീരിയൻസ് തരുന്ന ഒന്നാണ്. അങ്ങനെ മനഃശാസ്ത്രപരമായിട്ട് നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് പണം. ധനികരാകുന്നതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളുകൾ, കൂടുതൽ കൂടുതൽ ധനം സമ്പാദിക്കണം എന്ന് ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പണം സമ്പാദിക്കണം എന്നുള്ള ചിന്തയൊന്നും തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല. ന്യായമായിട്ടുള്ള രീതിയിൽ പണം സമ്പാദിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളിലൊന്നാണ് ഇക്കോണമി. അതെല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ പണം സമ്പാദിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ അതിൽ ചില അപകടങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പണം നമുക്ക് സന്തോഷവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യുന്ന ഒന്നായിരിക്കണം. അതില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പണം സമ്പാദിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. പണം നമ്മളെ പരിക്ഷീണരാക്കി കളയും. അപ്പം നമുക്ക് ആ 4 കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, പണം സമ്പാദിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പണം സമ്പാദിക്കണമെന്ന് താല്പര്യമുള്ളവരുടെ മുമ്പിൽ ഒരു ടാർഗറ്റ് ഉണ്ടാവും. അതൊരു ഗോൾ പോസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഏറ്റവും വലിയൊരു ഫിനാൻഷ്യൽ സ്കിൽ എന്താണെന്ന് അറിയാമോ? ഈ ഗോൾ പോസ്റ്റ് മൂവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഒന്ന് കൺട്രോളിലാക്കാൻ പറ്റുക, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക. ഞാൻ ഈ വർഷം എൻ്റെ സാമ്പത്തിക നിലയിൽ ഇത്രയും വർധനവുണ്ടാകണമെന്ന് തീരുമാനിച്ചു. 1 ലക്ഷം രൂപ വർധനവുണ്ടാകണം എന്ന് ഞാൻ തീരുമാനിക്കുന്നു.
അപ്പം ഞാൻ അതിനു വേണ്ടിയൊക്കെ ശ്രമിക്കുന്നു, 1,00,000 വർധനവുണ്ടാകുന്ന അവസ്ഥയിലെത്തുന്നു. പക്ഷേ ഇവിടെ എന്താണെന്നോ പ്രശ്നം, പണത്തിൻ്റെ കാര്യത്തിൽ ഈ ഗോൾ പോസ്റ്റ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ ടാർഗറ്റ് നേടി എന്ന് സന്തോഷിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ വലിയ ബുദ്ധിമുട്ടാണ്. പണം അങ്ങനെ നമ്മളെ ചതിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ, ഞാൻ ഒരു ടാർഗറ്റ് ഇട്ടു, ആ ടാർഗറ്റിലേക്ക് എത്തുമ്പോഴുള്ളൊരു സന്തോഷം എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല. കാരണം ഈ ഗോൾ പോസ്റ്റ് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ആ ഒരു ടാർഗറ്റിൽ എത്തുന്നതിന് മുമ്പ് അടുത്ത ടാർഗറ്റിലേക്ക് അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ ലക്ഷ്യം. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഞാൻ ഇതിനകത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, സന്തോഷത്തിനുള്ള ഒരു ഫോർമുല, റിസൾട്ട് ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റേഷൻ. ഇത്രയും പണം ഞാൻ സമ്പാദിച്ചു, അതിനെ എൻ്റെ പ്രതീക്ഷ കൊണ്ട് ഹരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് എൻ്റെ സന്തോഷം. അപ്പോൾ പ്രതീക്ഷ കുറഞ്ഞിരിക്കുമ്പോൾ സന്തോഷം കൂടുതൽ കിട്ടും. പക്ഷേ ഇവിടെ എന്ത് പറ്റുമെന്നറിയാമോ, പ്രതീക്ഷ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, സന്തോഷം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ഒന്നാമത്തെ പ്രശ്നം. അവിടെ നമ്മളൊരു കൺട്രോൾ കൊണ്ടുവരിക. 2, മറ്റുള്ളവരുടെ ധനസ്ഥിതിയുമായിട്ട് താരതമ്യം ചെയ്യുക. ആ താരതമ്യം പലപ്പോഴും നമ്മളെ തകർക്കും. ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ ഈ താരതമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വാസ്റ്റായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടി, ഇൻ്റർനെറ്റ്, യൂട്യൂബ്, ഇതിലൂടെയൊക്കെ നമ്മൾ അറിയുന്ന വിവരങ്ങൾ, ഇതിലൂടെ ഉണ്ടാകുന്ന ഒരു കമ്പാരിസൺ, താരതമ്യം, ഇത് നമ്മുടെ മനസ്സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഒന്നാണ്. കാരണം പലപ്പോഴും നമ്മൾ കമ്പാരിസൺ വളരെ ഉയർന്ന ലെവലിലാണ് സെറ്റ് ചെയ്യുന്നത്. പലതും നമ്മളിങ്ങനെ കാണുകയാണല്ലോ. ഈ പുസ്തകത്തിൽ പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ധനികനാണ് വാറൻ ബഫറ്റ്. അപ്പോൾ 2018 അദ്ദേഹത്തിന് തൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ $3.4 ബില്യൺ വർധനവുണ്ടായി. അപ്പോൾ ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ് കേട്ടോ. പിന്നെ ഡോളർ രൂപയാക്കുമ്പോഴുള്ള വ്യത്യാസവും വളരെ വലുതാണ്. അപ്പോൾ അത്രയും വർധനവ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിലുണ്ടായി. അവിടെ എന്താണെന്ന് രസം, വാറൻ ബഫറ്റിനെ താരതമ്യം ചെയ്യാൻ അയാളുടെ മുകളിൽ വേറൊരാളുണ്ട്, ജെഫ് ബെസോസ്, ആമസോണിൻ്റെ സ്ഥാപകനാണ്. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ വർധനവ് എത്രയാണെന്നോ, $34 ബില്യൺ വർധനവാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിലുണ്ടായത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായോ, ഈ താരതമ്യം ചെയ്യുന്നതിന് ഒരു അവസാനവും ഇല്ല. നമ്മളെവിടെ നിൽക്കുന്നോ അതിനേക്കാൾ ധനസ്ഥിതിയുള്ള ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും ഇങ്ങനെ. അപ്പം അവരുടെ ഒപ്പം ആകണമെന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മളെ അത് വലിയ പ്രശ്നത്തിലാക്കും. നമ്മുടെ വരുമാനം, നമ്മുടെ ചെലവ്, നമ്മുടെ വരുമാനത്തിനുള്ള സ്രോതസ്സ്, ഇതിനെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലാതെ എങ്ങനെയെങ്കിലും അവരുടെ ഒപ്പം എത്തണം എന്ന ധാരണയോടുകൂടി മുന്നോട്ട് പോയാൽ നമ്മൾ പെട്ടുപോവില്ലേ? പക്ഷേ അങ്ങനെ പലരും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. 3, എനിക്കിത്രയും മതി എന്നുള്ള മനോഭാവം ഇല്ലെങ്കിൽ അത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. എനിക്കിത്രയും മതി എന്നുള്ളൊരു ചിന്ത നമ്മുടെ ധനസ്ഥിതിയെ തടസ്സപ്പെടുത്തുന്ന ഒന്നല്ലേ, നമ്മുടെ വളർച്ച പുറകോട്ടാക്കുന്ന ഒന്നല്ലേ. പക്ഷെ പണത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം, അല്ലെങ്കിൽ അപകടമാണ്. കാരണം എന്താണെന്ന്, ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലേ? ഭക്ഷണം നമ്മൾ അമിതമായി കഴിച്ചാൽ എന്ത് സംഭവിക്കും? ഭക്ഷണം നമുക്ക് അമിതമായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് അപകടമാണ്, നമ്മൾ വൊമിറ്റ് ചെയ്യും, നമ്മൾ അവശരാകും. പണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മതി എന്നുള്ള അവസ്ഥ തോന്നാത്തത് കൊണ്ട് നമ്മൾ വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത് വരെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എനിക്കിനിയും വേണം എന്ന ചിന്ത നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വലിയ റിസ്ക് എടുക്കും. ഈ മതി എന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്നുള്ള അവസ്ഥയല്ല. ഞാൻ പണം കൊടുത്തൊരു സാധനം വാങ്ങുമ്പോൾ എനിക്ക് അത് എന്തുമാത്രം പ്രയോജനപ്പെടുന്നുണ്ട്, എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, സംതൃപ്തി എത്രയാണ്, അതിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ യൂട്ടിലിറ്റി എന്നാണ് പറയുക. അപ്പം നമ്മൾ പണം കൊടുക്കുമ്പോൾ അതനുസരിച്ചുള്ളൊരു യൂട്ടിലിറ്റി എനിക്ക് കിട്ടണം. അതാണ് ബുദ്ധിപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാട്. ഉദാഹരണത്തിന് ഞാൻ ഇന്ന് ഉടുത്തിരിക്കുന്നത് 300 രൂപയുടെ ഒരു സാരിയാണ് കേട്ടോ. ഈ 300 രൂപയുടെ സാരിക്ക് പകരം 3000 രൂപയുടെ സാരി വാങ്ങാൻ ഞാൻ തീരുമാനിക്കുന്നു. കാരണം എനിക്കറിയാം 300 രൂപയുടെ സാരിയൊന്നും അധികം പേര് ഇപ്പോൾ വാങ്ങാറില്ല. പ്രത്യേകിച്ചും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുങ്ങി വരുമ്പോൾ കുറേ കൂടി വിലയുള്ള ഒരു സാരി ആയിരിക്കണ്ടേ എന്ന് ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഇവിടെ ഞാൻ 3000 രൂപയുടെ സാരി ഉടുത്ത് വീഡിയോ ചെയ്യുന്നു. എന്തായാലും 300 രൂപയുടെ സാരി ഉടുത്ത് വീഡിയോ ചെയ്യുന്നതിനേക്കാൾ 10 ഇരട്ടി കൂടുതൽ സന്തോഷമൊന്നും 3000 രൂപയുടെ സാരി ഉടുത്ത് വീഡിയോ ചെയ്താൽ എനിക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ 3000 രൂപ ചിലവഴിക്കുമ്പോൾ 10 ഇരട്ടിയെങ്കിലും സന്തോഷം നമുക്ക് കിട്ടണ്ടേ കൂടുതൽ. ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ഇത്രയൊക്കെ പോരെ,
ഇങ്ങനെ കൂടുതൽ ചെലവഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലല്ലോ, അതിനനുസരിച്ചുള്ള യൂട്ടിലിറ്റി എനിക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് തീരുമാനിക്കും? എനിക്കിത് മതി. അവിടെ എനിക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയല്ല, എനിക്കിത്രയും മതി എന്ന് ധൈര്യമായിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള കരുത്തില്ലേ, അതാണ് അവിടെ പ്രകടമാകുന്നത്. ഇനി നാലാമത്തെ കാര്യം, ഈ ധനസമ്പാദനത്തിനുള്ള ആസക്തി കൂടി ജീവിതത്തിലെ വളരെ വിലപ്പെട്ട കാര്യങ്ങളൊന്നും നഷ്ടപ്പെടരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലെ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ മനസ്സിലാക്കുന്നു. അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് നമ്മുടെ എത്തിക്സ്. നമ്മൾ എന്തുമാത്രം സത്യസന്ധരാണ്, ആത്മാർത്ഥതയുള്ള ആളുകളാണ്. പണം സമ്പാദിക്കാനുള്ള തത്രപ്പാടിൽ ഇതെല്ലാം വേണ്ടെന്ന് വെക്കുന്ന ആളുകളുണ്ട്. പണ്ട് ചങ്ങമ്പുഴ പാടിയിട്ടുണ്ട്, കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയം ഉണ്ടായതാണെൻ പരാജയം. പക്ഷേ ഒരു കാര്യം നോക്കിയിട്ടുണ്ടോ? ഈ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, മനസ്സുകൊണ്ട് ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പണം കണ്ട് മറ്റുള്ളവർ നമ്മൾ അംഗീകരിക്കുന്നു എന്ന് വിചാരിക്കുന്നത് റിയാലിറ്റി അല്ല. അതല്ല, അവരെ ആളുകളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നു. എത്ര മനോഹരമായിട്ടുള്ളൊരു അവസ്ഥയാണല്ലേ. പിന്നെ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തതാണ് നമ്മുടെ ബന്ധങ്ങൾ, ഫാമിലി, സുഹൃത്തുക്കൾ. ചിലർ പണം സമ്പാദിക്കുന്നതിൻ്റെ തത്രപ്പാടിൽ ഇവർക്ക് വേണ്ടിയൊക്കെ സമയം ചെലവഴിക്കാൻ ചിലപ്പോൾ വിട്ടുപോകും. നമ്മുടെ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടാതിരിക്കാൻ നോക്കുക. പിന്നെ ഒരു കാര്യം എന്താണെന്നോ, ഈ പണം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാകരുത്. ചിലരുടെ ഫ്രീഡം കുറഞ്ഞു പോകും. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനസികമായിട്ട് എത്ര ഫ്രീ ആണ്, എത്ര സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്നു. എപ്പോഴും അസ്വസ്ഥത, ആശങ്ക, ഇങ്ങനെ ഒരു അവസ്ഥയാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് എങ്ങനെ അനുഭവിക്കാൻ ഒക്കും? നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ കുറച്ച് സമയം കിട്ടാതെ വരിക, ഇഷ്ടമുള്ളൊരിടത്തേക്ക് പോകാൻ പറ്റാതെ വരിക, ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ പണത്തിന് ചിലപ്പോൾ സാധിച്ചേക്കും. അപ്പോൾ അതേക്കുറിച്ച് കെയർഫുള്ളാവുക. പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്? സമാധാനവും സന്തോഷവും. ഇതില്ലാതാക്കാൻ പണത്തിന് നിഷ്പ്രയാസം സാധിക്കും കേട്ടോ. ഞാൻ നേരത്തെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കഥയുണ്ട്. ആ കഥ ഇവിടെ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാം. വളരെ ധനികനായിട്ടുള്ള ഒരാൾ, രാത്രി അയാൾക്ക് ഉറക്കം വരുന്നില്ല. ഉറക്കം വരാത്തത് എന്താണെന്നോ, അയാളുടെ ഓഫീസിൽ അയാൾ പണം സൂക്ഷിക്കുന്ന ഒരു അറയുണ്ട്. അപ്പോൾ ആ അറ പൂട്ടിയിട്ടുണ്ടോ എന്ന് അയാൾക്കൊരു സംശയം. അപ്പോൾ രാത്രി കിടന്നപ്പോഴാണ് അയാൾക്ക് ചിന്ത വന്നത്, അത് പൂട്ടിയാവോ, ഒരു ഓർമ്മയും കിട്ടുന്നില്ല. അവസാനം അയാൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അപ്പോൾ തിരിഞ്ഞും മറിഞ്ഞും ഉറക്കം വരാതെ ഇങ്ങനെ കിടന്നപ്പോൾ അയാൾക്ക് തോന്നി, ഒന്ന് ഓഫീസ് വരെ പോയി നോക്കാം. കാറെടുത്ത് ഓഫീസിലെത്തി. ഇപ്പോൾ ഓഫീസിൻ്റെ വരാന്തയിൽ ഒരു യാചകൻ തലയൊക്കെ മൂടി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആ ധനികന് ഏറ്റവും സങ്കടം നിറഞ്ഞൊരു ചിന്തയുണ്ടായി, ദൈവമേ, എനിക്ക് കിടന്നുറങ്ങാൻ എത്രയോ വിശാലമായ മുറിയുണ്ട്, AC ഉണ്ട്, പതുപതുത്ത് മെത്തയുണ്ട്, പക്ഷേ ഉറക്കം കിട്ടുന്നില്ലല്ലോ. ഇയാളെപ്പോലെ ഒരു 5 മിനിറ്റ് എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിയെങ്കിൽ. പണത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ തരുന്ന ഒരു പുസ്തകമാണ് കേട്ടോ. ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് ശക്തമായിട്ട് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.